ലോകത്തേട്ട നമ്മൾ കണ്ടിരുന്നു ഈ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഒക്കെ. അപ്പം സർക്കാർ പറയുന്നത് അതിന് CBI അന്വേഷണത്തിന് അല്ലെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് കോടതിയിൽ വെച്ചിട്ട് ഈ CBI അഭിഭാഷകൻ പറഞ്ഞിരുന്നു അവരത് ബാധിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അന്വേഷിക്കാൻ. CBI അന്വേഷണത്തിന് CBI തയ്യാറാണ്. CBIക്ക് വിട്ടാൽ CBI തയ്യാറാണെന്ന് CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പലർക്കും സംശയമുള്ളത്. പല കോണുകളിൽ നിന്ന് ഒരു കൊലപാതകമാകാനുള്ള സാധ്യതകൾ തുറന്നു പറയുന്നുണ്ട്. കുടുംബത്തിനും ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് കുടുംബം ഇത് അന്വേഷണം വേണം, CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ ബോഡി ഈ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിനുശേഷം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും ആ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ കേട്ടു. ഇതിൽ നിന്ന് ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഭരിക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന PP ദിവ്യയാണ് ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ട് ജയിലിൽ പോയത്. സർക്കാർ പുറത്തൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് കേരള പോലീസ് ഇത് വൃത്തിയായി അന്വേഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് PP ദിവ്യയെ പോലെ കണ്ണൂരിലെ പ്രബലയായ ഒരു നേതാവിനെ വരെ അറസ്റ്റ് ചെയ്തിട്ടത് എന്നൊരു പുകമറ സൃഷ്ടിച്ചാൽ ഈ കേസിൽ നിന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മാറും. കാരണം പ്രതി അറസ്റ്റിലായി ജയിലിലടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു അന്വേഷണം ആവശ്യപ്പെടില്ല എന്ന് സർക്കാരിനൊരു ഉത്തമ ബോധ്യമുണ്ട്. അവിടെയാണ് ഈ പറയപ്പെടുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരിയാണ്. അവർ പക്ഷേ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷം ഈ പറയപ്പെടുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി അവരുടെ വീട് സന്ദർശിക്കുകയും പത്തനംതിട്ടയിലെ നവീൻ ബാബുവും കുടുംബവും ഒക്കെ ഒരു ഇടതുപക്ഷ അനുഭാവികളാണ്, ഇടതുപക്ഷ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി PP ദിവ്യക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും ഒക്കെ രംഗത്ത് വരുന്നു. PP ദിവ്യയുടെ പേരിൽ കേസെടുക്കുന്നു, അറസ്റ്റിലാകുന്നു. ഈ ഒരു സംഭവവികാസങ്ങളെല്ലാം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയതാണ്. പക്ഷേ അന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് CBI കൂട്ടിലടച്ച തത്തയാണ്, ഈ കേസിൽ ഒരു CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളൊന്നും CBI ഏറ്റെടുക്കുന്നതല്ല. പക്ഷേ CBI ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ CBIയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. 12-ാം തീയതിയോടുകൂടി ഈ അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കേണ്ടുന്ന ഒരു ആവശ്യകതയിലേക്ക് പോകും. കാരണം സർക്കാർ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്മേൽ കോടതിക്ക് തൃപ്തികരമല്ലെങ്കിൽ കേസ് CBIക്ക് വിടാനുള്ള അധികാരം കോടതിക്കുണ്ട്. അത്തരത്തിൽ കുടുംബത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കോടതി ഈ പറയപ്പെടുന്ന ഈ കേസ് CBIക്ക് വിട്ടാൽ അതൊരു വഴിത്തിരിവാകും. കാരണം എന്തിനാ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ മരണം നടന്നത് എന്നതിൽ ഇപ്പോഴും എല്ലാവർക്കും സംശയമുണ്ട്. നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വിരമിക്കാൻ 7-8 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി കണ്ണൂരിൽ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് PP ദിവ്യ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ അദ്ദേഹത്തെ സെൻഡ് ഓഫ് പാർട്ടി കൊടുക്കുന്ന വേദിയിലേക്ക് കടന്നു ചെല്ലുകയും ക്ഷണിക്കാതെ ചെന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കളക്ടർ വിളിച്ചിട്ടാണ് വന്നതെന്ന് PP ദിവ്യ പറയുന്നു. പിന്നീട് കളക്ടർ തന്നെ പറയുന്നു ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യക്തത ഏറെ വരാനുണ്ട്. ദിവ്യ അവിടെ ചെന്നതിന് ശേഷം നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്. അവിടെ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയാണ് പെട്രോൾ പമ്പ് അനുവദിച്ചത്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് കേൾക്കാതെ കൈക്കൂലി കിട്ടിയപ്പോൾ മാത്രം ഇത് ചെയ്തു എന്ന തരത്തിൽ നവീൻ ബാബുവിന് നേരെ ആരോപണ ശരങ്ങൾ ഉയർത്തുകയായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ നവീൻ ബാബു പിന്നീട് മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞ മാധ്യമപ്രവർത്തകരോടും മറ്റുള്ളവരോടും പറഞ്ഞൊരു മൊഴി എന്ന് പറയുന്നത് നവീൻ ബാബു എനിക്ക് മുന്നിലെത്തി കുറ്റസമ്മതം നടത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം. അതായത് താൻ കൈക്കൂലി വാങ്ങിയതായി നവീൻ ബാബു കളക്ടറോട് സമ്മതിച്ചിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത്. പക്ഷേ കുടുംബം അരക്കെട്ടുറപ്പിച്ച് പറയുന്നു നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കണ്ണൂരിലെ ജില്ലാ കളക്ടറുമായി അത്ര വലിയൊരു അടുപ്പമില്ല. മാത്രവുമല്ല ഈ ജില്ലാ കളക്ടർ പലപ്പോഴും നവീൻ ബാബുവിനെ പ്രൊഫഷണലായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നവീൻ ബാബു ഒരു കാരണവശാലും അയാളുടെ മുന്നിൽ പോയി അങ്ങനെ ഒരു കുറ്റസമ്മതം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനോട് പറയില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നു. ഇതിൻ്റെ കൃത്യമായി ഒരു എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള ഉത്തരവാദിത്തം ആ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം വന്നാൽ ഇവർക്ക് പേടിക്കാനൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ ഇവർ ഭയക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നത് അവിടെയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. PP ദിവ്യയ്ക്ക് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നതായും അവിടെ ഈ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയം അനുപമയ്ക്ക് അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഈ PK ശ്രീമതിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ശൈലജ ടീച്ചറിനോ ഒക്കെ ശേഷം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേട്ട ഒരു സ്ത്രീയുടെ
പേരാണ് PP ദിവ്യ എന്ന്. ഒരുപക്ഷെ നാളെ കാലഘട്ടങ്ങളിൽ ഒരു MLA മന്ത്രിയൊക്കെ ആകേണ്ടുന്ന ഒരു 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 പ്രവർത്തക, CPM അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തക. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം PP ദിവ്യയെ സംരക്ഷിക്കണം. ഒപ്പം തന്നെ തങ്ങളുടെ തന്നെ യൂണിയനിൽ അംഗമായിരുന്ന ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണം. രണ്ടുപേരെയും വേട്ടക്കാരനെയും ഒരുപോലെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ചുമതല CPMലേക്ക് വന്നു ചേരുന്നു. CPM അതിന് വേണ്ടിയിട്ട് ഭരിക്കുന്ന സർക്കാരുകൾ ഈ പറയപ്പെടുന്ന ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ല, ആത്മഹത്യക്ക് കാരണമായ ആളെ ഞങ്ങൾ കേസിൽപ്പെടുത്തിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് CBI അന്വേഷണത്തെ CBI ആരും ഈ കേസിലേക്ക് വിളിച്ചു വരുത്താതിരിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ മറച്ചു വെക്കുവാൻ PP ദിവ്യയ്ക്കും സംഘത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾക്ക് പെട്രോൾ പമ്പ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നവീൻ ബാബു കേസിന് ആസ്പദമാകുന്നത്. ഇതിൽ ഈ പറയപ്പെടുന്ന പ്രശാന്തൻ്റെ പരാതിയിൽ 2 ടൈപ്പ് ഓഫ് ഒപ്പുകൾ കണ്ടെത്തുകയാണ്. അതിൽ വിചിത്രമായ ഒരു വാദമാണ് പ്രശാന്തൻ ഉയർത്തുന്നത്, എനിക്ക് 2 ഒപ്പുകളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു വാദം ഇപ്പോൾ അനുപമയ്ക്ക് എത്ര ഒപ്പുണ്ട്? എനിക്കൊന്നുമില്ല. നമുക്കറിയുന്ന ആളുകൾക്കൊക്കെ ഒരൊപ്പേ ഉള്ളൂ, ഒരൊറ്റ. അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് ഒട്ടും പരസ്പര സാമ്യങ്ങളില്ലാത്ത 2 ഒപ്പുകളുണ്ട് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ഒരു കള്ളത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരായിരുന്നു, എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് തെളിയിക്കണം. PP ദിവ്യ പറയുന്നത് ഞാൻ നിരപരാധിയാണ്, സത്യം പുറത്തു വരുമെന്ന് പറയുമ്പോൾ ഈ കേസ് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം CPMനും PP ദിവ്യയ്ക്കുമാണ്. അവർ നിരപരാധിയാണെങ്കിൽ അത് തെളിയണമല്ലോ, അന്വേഷണമാണ്. പക്ഷേ ഇതിനെന്താ ഇവർ തയ്യാറാകാത്തത് എന്നതാണ് ഇതിന് പിന്നിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞ സ്ഥിതിക്ക് CBIയെ സംബന്ധിച്ചിടത്തോളം CBI കേസെടുത്താൽ കൃത്യമായി അവർ അന്വേഷിക്കും. അവരന്വേഷിച്ചാൽ അതിൽ സംസ്ഥാന സർക്കാരും കണ്ണൂരിലെ പല പാർട്ടിക്കാരുടെയും കപടമുഖങ്ങൾ പൊളിഞ്ഞു വീഴുമെന്നുള്ളത് 100% യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ CBI അന്വേഷണത്തെ ഭയക്കുന്നത്, CBI അന്വേഷണം വരാതിരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടീം ഉണ്ടായിട്ട് പോലും ഈ കുടുംബത്തിൻ്റെ മൊഴിയെടുക്കാൻ കുടുംബം ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ മൊഴിയെടുക്കാൻ വന്നില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അവരുടെ മൊഴിയെടുക്കാൻ പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായി വന്നത് എന്നുള്ളതാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന രേഖകളുമൊക്കെ ആയിട്ടാണ് ഇവരുടെ കുടുംബം ഇരുന്നത്. നമുക്ക് ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിനാണ് കുടുംബം വരുന്നതിന് മുമ്പ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ പോയത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ദിവ്യയുടെ ഉദ്ദേശം, എന്തായിരുന്നു പ്രശ്നം, എന്തായിരുന്നു ഉദ്ദേശം, ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ല ഈ കാരണങ്ങളൊന്നും അല്ല മറ്റു കാരണങ്ങളാണോ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരം വരണമെങ്കിൽ കൃത്യമായ ഒരു CBI അന്വേഷണം നടക്കണം. അത് നമുക്ക് പ്രതീക്ഷിക്കാം.